നമസ്കാരം. റാക്ക് ആമസോൺ പ്രൈമില് ഇപ്പോഴും സ്ട്രീമിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സീരീസ് ആണ് റാക്ക്. അലി ഫസൽ, സൊനാലി ബന്ദ്ര എന്നിവർ തകർത്ത് അഭിനയിച്ചിട്ടുള്ള 8 എപ്പിസോഡ്സ് വരുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സീരീസ് ആണ് റാക്ക് എന്ന് പറയുന്നത്. സഞ്ജയ് ചോപ്ര അതുപോലെ ഗീത ചോപ്ര എന്നീ സഹോദരങ്ങളുടെ തിരോധാനവും അതിനെ തുടർന്നുള്ള കൊലപാതകവും അതിന്റെ കുറ്റാന്വേഷണവും ഒക്കെയാണ് റാക്ക് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് പറയുന്നത്. റാക്ക് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് വെറും ഒരു കഥ മാത്രം അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണം മാത്രമാണോ? അല്ല. റാക്ക് എ സീരീസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഓഗസ്റ്റ് 26 ഒരു നാടിനെയോ നഗരത്തിനെയോ മാത്രമായിരുന്നില്ല, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ, കണ്ണീരിൽ ആഴ്ത്തിയ ആ സംഭവത്തിന് വേദിയാകപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. 5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു ഭീതിയോടെ മാത്രം, പേടിയോടെ മാത്രം ഓർത്തെടുക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന ഒരു ദാരുണ സംഭവം തന്നെയായിരുന്നു ദ രംഗബില്ല മർഡർ കേസ്. എന്തായിരുന്നു ദ രംഗബില്ല മർഡർ കേസ്? കാണാം. ഒരു ബ്രൂട്ടൽ മർഡർ എന്നതിനപ്പുറം പൊതുസമൂഹത്തിൽ കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണത്തിനെയും ചോദ്യം ചെയ്യപ്പെട്ട ഒരു അതിദാരുണമായ സംഭവം അരങ്ങേറിയ ഒരു ദിവസമായിരുന്നു അന്ന് എന്ന് നമ്മൾ പറഞ്ഞു. ദ രംഗബില്ല മർഡർ കേസ്. ഇതിനാസ്പദമായ സംഭവം എന്താണെന്ന് കൂടി നോക്കാം. 1978 ഓഗസ്റ്റ് 26 നേവൽ ഓഫീസർ ആയിരുന്ന മദൻ മോഹൻ ചോപ്രയുടെ വീട്ടിൽ ആഘോഷത്തിന്റെ ഒരു ദിവസം തന്നെയായിരുന്നു. സന്തോഷവും അഭിമാനവും എല്ലാം അടങ്ങി ആഹ്ലാദ തിമിർപ്പിലായിരുന്നു ആ 4 അംഗ കുടുംബാംഗങ്ങൾ. മദൻ മോഹൻ ചോപ്രയുടെ ഭാര്യ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു. അവർക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 16 വയസ്സുകാരിയായ ഗീത ചോപ്ര ജീസസ് ആൻഡ് മേരി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. അതുപോലെ 13 വയസ്സുകാരനായ സഞ്ജയ് ചോപ്ര അന്ന് സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഓൾ ഇന്ത്യ റേഡിയോ സംരക്ഷണം ചെയ്യുന്ന യുവവാണി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാനും അവിടെ ഒരു പാട്ട് പാടാനും ഒക്കെ ആയിട്ട് ഗീത ചോപ്രയ്ക്ക് ഒരവസരം ലഭിക്കുകയാണ്. അപ്പോൾ ഒരു അച്ഛനമ്മ എന്നുള്ള രീതിയിൽ അവർക്ക് ഭയങ്കര അഭിമാനമാണ്. അവരവരുടെ കൂടെയുള്ള ആളുകളെ എല്ലാവരെയും വിളിച്ച് പറയുകയാണ്, ഇന്ന് 8 മണിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ തൻ്റെ മകളായിട്ടുള്ള ഗീത ഒരു ഗാനം ആലപിക്കുന്നുണ്ട്, എല്ലാവരും അത് കേൾക്കണമെന്ന്. അങ്ങനെ വൈകുന്നേരം, നല്ല മഴയുള്ള ഒരു വൈകുന്നേരമാണ് അന്ന്. സഞ്ജയും ഗീതയും കൂടെ ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക്, കുറച്ചധികം ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന്, അങ്ങോട്ടേക്ക് ഈ 2 മക്കളും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ചേച്ചിക്ക് കൂട്ടായി 13 വയസ്സുകാരനായ സഞ്ജയ് ചോപ്ര തൻ്റെ ചേച്ചിയോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്ന് നല്ല മഴയുള്ള ഒരു വൈകുന്നേരമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയ കുട്ടികൾക്ക് ഒരു വണ്ടി, ബസ് ഒന്നും കിട്ടിയിരുന്നില്ല. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും നല്ല രീതിയിൽ കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. മഴയുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് വാഹനങ്ങളേ ഉള്ളൂ. ടാക്സിക്കോ അല്ലെങ്കിൽ കാണുന്ന വണ്ടികൾക്കൊക്കെ ഈ കുട്ടികൾ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും ലിഫ്റ്റ് കിട്ടുന്നില്ല, ആരും ലിഫ്റ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ ഇവര് വഴിയരികിൽ നിൽക്കുമ്പോഴാണ് ഡോക്ടർ MS നന്ദ എന്ന് പറയുന്ന ഒരു ഡോക്ടർ തൻ്റെ ക്ലിനിക്ക് പൂട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നനഞ്ഞൊട്ടി നിൽക്കുന്ന ഈ 2 കുട്ടികളെ കാണുകയാണ്. അങ്ങനെ അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഏതാണ്ട് 1 കിലോമീറ്റർ മുന്നേയുള്ള ഗോൾ ഡക്ക് ഖാന എന്ന് പറയുന്ന സ്ഥലത്ത് ഈ 2 മക്കളെയും ഇറക്കി വിടുകയാണ്. ഏതാണ്ട് 8 മണിയായി. നമ്മുടെ മദൻ മോഹൻ ചോപ്രയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് ഗീത ചോപ്രയുടെ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്ന് ഗീതയ്ക്ക് പകരം പാടിയത് മറ്റൊരു പെൺകുട്ടിയായിരുന്നു. എന്തു പറ്റി തൻ്റെ മകൾക്ക് എന്നറിയാതെ ഈ ഒരു മദൻ മോഹൻ ചോപ്രയും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെയധികം ടെൻഷൻ അടിക്കുകയാണ്. എന്തുകൊണ്ട് മകൾക്ക് ഇന്ന് പാടാൻ പറ്റിയില്ല, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ, ടെൻഷൻ കാരണമായിരിക്കും അവൾക്ക് പാടാൻ പറ്റാഞ്ഞത് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. കുട്ടികളെ തിരിച്ചു കാണാതായതോടെ 9 മണിയാകുമ്പോഴേക്കും മദൻ മോഹൻ ചോപ്ര തൻ്റെ വണ്ടിയും എടുത്ത് മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷന്റെ സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സ്റ്റുഡിയോ അടയ്ക്കേണ്ട തിരക്കിലാണ്. എന്ത് പറ്റി എന്ന ചോദ്യത്തിന് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. തൻ്റെ മക്കളായ ഗീത ചോപ്രയും സഞ്ജയ് ചോപ്രയും കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്നത്തെ ദിവസം ഈ 2 കുട്ടികളും
ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നും ഗീതയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്ഥലം ഗീത വരാത്തതുകൊണ്ട് മറ്റൊരു പെൺകുട്ടി അന്നത്തെ പരിപാടിയിൽ പാടുകയുമാണ് ഉണ്ടായത് എന്ന് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിലെ ആളുകൾ അവർക്ക് വിവരം കൊടുക്കുകയാണ്. പരിഭ്രാന്തനായിട്ടുണ്ടായിരുന്ന മദൻ മോഹൻ ചോപ്ര തൻ്റെ ബന്ധുക്കളുടെയും കുട്ടികളുടെ സുഹൃത്തുക്കളുടെയും അതുപോലെ ഇവരുടെ കോമൺ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ വീടുകളിലേക്ക് ചെല്ലുന്നു, അന്വേഷണം നടത്തുന്നു. പക്ഷേ രാത്രി ഏറെ വൈകിയിട്ടും ഈ രണ്ട് കുട്ടികളെ കുറിച്ചുമുള്ള യാതൊരു വിവരവും ഇവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇവർ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കുട്ടികളെ കാണാനില്ല തിരോധാനത്തെക്കുറിച്ച് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. 2 ദിവസം പോലീസും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ആ ഒരു ഏരിയ മുഴുവനായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തുകയാണ്. സ്കൂളിലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സിനോ ഒന്നും ഈ കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് ഓഗസ്റ്റ് 28 അതായത് ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് ശേഷം പശുക്കളെ, കന്നുകാലികളെ മേയ്ക്കാൻ പോയ ഒരാള് ഒരു കാട്ടുപ്രദേശത്തായിട്ട് 2 ഡെഡ് ബോഡികൾ കണ്ടെത്തുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കുന്നു. പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് അഴുകി തുടങ്ങിയിട്ടുള്ള രീതിയിലായിരുന്നു. മഴ നനഞ്ഞ് വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിൽ 2 ശരീരങ്ങൾ അല്ലെങ്കിൽ 2 ഡെഡ് ബോഡീസ് കിടക്കുകയാണ്. തുടർന്നുള്ള തിരിച്ചറിയലിൽ നിന്ന് ഈ ഒരു മദൻ മോഹൻ ചോപ്ര തന്നെ തൻ്റെ മക്കളായ ഗീത ചോപ്രയും സഞ്ജയ് ചോപ്രയുമായിരുന്നു അത് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഈ 2 കുട്ടികൾക്കും നേരിടേണ്ടി വന്നത് ദാരുണമായ പീഡനം തന്നെയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയാണ്. കൂർത്ത ഒരു ആയുധം കൊണ്ട് ഏതാണ്ട് 25ഓളം ആഴത്തിലുള്ള മുറിവുകളായിരുന്നു ഈ 2 കുട്ടികളുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതുകൂടാതെ ശ്വാസം മുട്ടിക്കുകയും അതുപോലെ ഇവരുടെ ശരീരത്തിൽ ആകമാനം മുറിവുകൾ കൈൻ്റെ നഖം കൊണ്ടും പല്ലുകൊണ്ടും ഒക്കെ അതിദാരുണമായ രീതിയിൽ ഒരുപാട് പരിക്കുകൾ കാണാനിടയായിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് 16 വയസ്സുകാരിയായ ഗീത ചോപ്ര സെക്ഷലി അസോൾട്ടഡ് ആയിരുന്നു എന്നുള്ളത് കൂടിയായിരുന്നു. എന്നാൽ തങ്ങൾ തോൽക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ പൊരുതി തന്നെയാണ് ആ 2 കുരുന്നുകളും ഈ ലോകത്തോട് വിട പറഞ്ഞത്. അന്ന് വൈകിട്ട് സംഭവിച്ചത് ഇതാണ്. തൻ്റെ ക്ലിനിക്ക് പൂട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഡോക്ടർ MS നന്ദ എന്ന വ്യക്തി ഗീതയെയും സഞ്ജയെയും കാണുകയും ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഏതാണ്ട് 1 കിലോമീറ്റർ മുന്നിൽ വരെ അവർക്ക് ലിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമായിരുന്നിട്ടും അതികഠിനമായ മഴയിൽ നടന്നു പോകുന്നത് അസാധ്യമായതുകൊണ്ട് തന്നെ കുട്ടികൾ MS നന്ദയെ പോലെയുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് തെറ്റിദ്ധരിക്കുകയും വരുന്ന വണ്ടികൾക്കായി അവർ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് രംഗയും ബില്ലയും ഈ ഒരു വഴി തങ്ങളുടെ കാറുമായിട്ട് വരുന്നതും ഈ കുട്ടികളെ കാണുന്നതും. അവർക്ക് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്യുകയും കുട്ടികൾ ഒന്നും അറിയാതെ ഈ വണ്ടിയിലേക്ക് കയറുകയും ചെയ്യുകയാണ്. എന്നാൽ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷന്റെ സ്റ്റുഡിയോയിലേക്കല്ല ഈ വണ്ടി പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ അപകടം മണത്ത കുട്ടികൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാൻ ശ്രമിക്കുകയും അതുപോലെ രംഗയും ബില്ലയുമായിട്ട് കയ്യാങ്കളികളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. എന്നാൽ ഈ വണ്ടി നേരെ പോയത് അതിവിജനമായ ഒരു കാട്ടുപ്രദേശത്തേക്കാണ്. അവിടെ വെച്ചാണ് 16-കാരിയായ ഗീത ചോപ്ര എന്ന കുട്ടിയെ സെക്ഷലി അസോൾട്ട് ചെയ്യുന്നതും അതുപോലെ 2 കുട്ടികളെയും പിന്നീട് കൊലപാതകത്തിന് ഇരയാക്കുന്നതും. ഇതായിരുന്നു രംഗബില്ല മർഡർ കേസിൽ നടന്ന അതിദാരുണമായ കൊലപാതകം. കുട്ടികളും അക്രമികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് അക്രമികൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കാം എന്ന സംശയത്തിൽ നിന്നാണ് ഈ ഒരു കഥയുടെ ചുരുൾ മുഴുവനായിട്ട് അഴിയുന്നത്. അങ്ങനെ 2-3 ഹോസ്പിറ്റലുകളിൽ പോലീസുകാർ ചെക്കിംഗ് നടത്തുകയാണ്. അതിലൊരു ഹോസ്പിറ്റലിലെ അതോറിറ്റീസ് പറയുകയാണ് സംശയപരമായ രീതിയിൽ 2 പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്താണ് സംശയം ജനിപ്പിക്കാൻ കാരണം എന്ന ചോദ്യത്തിന് 2 പേരും ഇവർക്കുണ്ടായ അപകടത്തിനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് 2 ആയിരുന്നു എന്നതാണ്. ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ആക്സിഡന്റ് പറ്റിയതാണെന്നും രണ്ടാമത്തെ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഒരു ചെറിയ കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ കശപിശയിൽ സംഭവിച്ചതാണ് എന്നുള്ളതുമായിരുന്നു. അങ്ങനെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഇവരുടെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞൊന്ന് മാറിയപ്പോൾ തന്നെ ഈ 2 ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങുകയാണ്, അതിവിദഗ്ധമായിട്ട് കടന്നു കളയുകയാണ് ചെയ്തത്. അങ്ങനെ ഇവരുടെ പേര് വിവരങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് നമ്മുടെ ഈ ഒരു കേസിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവ് അല്ലെങ്കിൽ അക്രമികളുടെ പേര് വെളിവാകുന്നത്. കുൽജീത് സിംഗ് എന്ന രംഗയും ജസ്ബീർ സിംഗ് എന്ന ബില്ലയും. യെസ്, അവിടെ നിന്നാണ് രംഗബില്ല മർഡർ കേസ് മിസ്റ്ററി ചുരുളഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആശുപത്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാമ്യം അല്ലെങ്കിൽ രൂപസാദൃശ്യങ്ങൾ വെച്ച് രംഗബില്ലയുടെ രേഖാചിത്രങ്ങൾ TV-യിലും ന്യൂസ് പേപ്പറിലും ഒക്കെ പോലീസ്
പ്രസിദ്ധീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസുകളും എല്ലായിടത്തും ഡൽഹിയിലുടനീളം പ്രചരിച്ചു വരുന്നുണ്ടായിരുന്നു. 1978 സെപ്റ്റംബർ 8 തങ്ങളുടെ രൂപമാറ്റങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ആഗ്രയിൽ നിന്ന് ഡൽഹിക്കുള്ള ട്രെയിൻ പിടിക്കുകയായിരുന്നു രംഗബില്ല എന്ന് പറയുന്ന കൊടും കുറ്റവാളികൾ. ഓടുന്ന ട്രെയിനിലാണ് അവർ ചാടി കയറുന്നത്. പക്ഷെ അവിടെ അവർക്കൊരു അബദ്ധം പറ്റി. അവർ ഓടിക്കേറിയ കമ്പാർട്ട്മെന്റ് മിലിറ്ററിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മിലിറ്ററി ടീമിന് മൊത്തമായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇവർ ഓടിക്കയറിയതും ഇവരുടെ രൂപവും ഒക്കെ കണ്ട് സംശയം തോന്നിയിട്ടുള്ള ലാൻസ് നായിക്കായിട്ടുള്ള ഗുർജീത് സിംഗും AV ഷെട്ടിയും ഇവരോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഓടിക്കയറിയത്? തങ്ങൾ ഓടി വരുമ്പോഴാണ് ട്രെയിൻ എടുക്കുന്നത് കണ്ടത്. നേരമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഓടിക്കയറിയപ്പോൾ കമ്പാർട്ട്മെന്റ് ഏതാണ് എന്ന് നോക്കിയിരുന്നില്ല. തങ്ങളുടെ കയ്യിൽ ടിക്കറ്റ്സ് ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ ന്യൂസ് പേപ്പറിലും TV-യിലും ഒക്കെ രംഗബില്ലയുടെ രേഖാചിത്രങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ഈ ഒരു കാട്ടിക്കൂട്ടലുകളിലൊക്കെ ചെറിയ സംശയങ്ങൾ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് തങ്ങളുടെ ID കാണിക്കാൻ ചോദിക്കുകയാണ്. എന്നാൽ തങ്ങൾ പിടിക്കപ്പെട്ടാൻ പോവുകയാണ്, ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ രംഗബില്ല ഈ ഒരു മിലിറ്ററി കമാൻഡോസിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാൻ ശ്രമിക്കുകയൊക്കെ തോന്നുകയാണ്. കള്ളത്തരം മനസ്സിലാക്കി ഇവർ തന്നെയാണ് ഡൽഹി പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന രംഗബില്ല മേഡേഴ്സ് അല്ലെങ്കിൽ കൊടും കുറ്റവാളികൾ എന്ന് മനസ്സിലാക്കിയ ലാൻസ് നായിക് ഗുർജീത് സിംഗും അതുപോലെ AV ഷെട്ടിയും ചേർന്ന് പിടിച്ച് കെട്ടിവെക്കുകയാണ് ഈ ഒരു കമ്പാർട്ട്മെന്റിൽ. അങ്ങനെ ഡൽഹിയിൽ ഈ ഒരു ട്രെയിൻ എത്തുന്നത് ഏതാണ്ട് 3 മണി, പുലർച്ചെ 3 മണിക്കാണ്. അപ്പോൾ തന്നെ ഡൽഹി പോലീസിനെ വിവരമറിയിക്കുകയും അതേപോലെ ഇവരെ ഡൽഹി പോലീസിന് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരുപാട് നാളത്തെ ട്രയലിന് ശേഷമാണ് രംഗബില്ല മർഡർ കേസിൽ ഒരു ഡെത്ത് സെന്റൻസ് എന്നുള്ള പനിഷ്മെന്റിൽ കോടതി പോലും എത്തിച്ചേർന്നത്. ഇതിൽ ഡൽഹി പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ പൊൻതൂവലായിട്ടുള്ള ഒരു കേസ് കൂടിയായിരുന്നു രംഗബില്ല മർഡർ കേസ്. കാരണം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് ഇവർ കുറ്റപത്രം സമർപ്പിച്ചതും തെളിവുകൾ സമർപ്പിച്ചതും അതുപോലെ തന്നെ കുറ്റവാളികളെ പിടികൂടിയതും. അതും ഈ ഒരു കേസ് പെട്ടെന്ന് ഒരു ക്ലോഷറിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിനിമാറ്റിക് രീതിയിൽ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലുള്ള റാഖ് എന്ന് പറയുന്ന സീരീസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇനിയും നല്ല നല്ല ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറീസുമായിട്ട് നമ്മൾ പിന്നെയും കാണും. അടുത്ത വീഡിയോയുമായിട്ട് കാണാം.